ജീവിതം തകരുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, തോറ്റുപോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ശിമയോൻ പത്രോസ് തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തരികയാണ്. 4 കാര്യങ്ങളാണ് പത്രോസ് തന്റെ ജീവിതത്തിൽ ചെയ്തത്. ഒന്നാമതായിട്ട് യേശുവിനെ തന്റെ വള്ളത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ജീവിതം തോൽക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലെ യേശു അനുഭവം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് എവിടെയെങ്കിലും എനിക്ക് യേശു പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിക്കുക, ആ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരിക. 2, പിന്നെ സംസാരിക്കുന്നത് ഞാനല്ല, എൻ്റെ യേശുവിൻ്റെ സംസാരം കേൾക്കാൻ എനിക്കുണ്ടാകണം. എനിക്ക് കുറേ കാര്യങ്ങളുണ്ടാകാം പറയാൻ, എനിക്ക് കുറേ കുറവുകളുണ്ടാകാം, എല്ലാം ദൈവത്തിനറിയാം. ദൈവം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ദൈവത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കുക. 3-മതായിട്ട് പറയുന്നത് കേൾക്കുക. അത്രയും നേരം ഞാനാണ് അധ്വാനിച്ചത്. പത്രോസ് പറയുന്നുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഇനി നീ പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ ചെയ്യാം, വലയിറക്കാം. നീ പറയുന്നതനുസരിച്ച്, ദൈവം പറയുന്നത് അനുസരിക്കുന്ന മക്കളായിട്ട് മാറുന്നു. 4-മതായിട്ട് അനുഗ്രഹം കിട്ടിയവൻ യേശുവിൻ്റെ വഴിയിലൂടെ പിന്നെ നടക്കണമെന്നുള്ളതാണ്. അനുഗ്രഹം കിട്ടുന്നത് വരെ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിൻ്റെ ഒപ്പമാകുന്നു. പിന്നെ നമ്മുടെ വഴിയിലൂടെയല്ല, പിന്നെ അവൻ്റെ വഴിയിലൂടെ തന്നെ. കാരണം എന്നെ ആ തോൽവിയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയ എൻ്റെ കർത്താവിനെ സ്നേഹിച്ച്, ആ കർത്താവിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കി അതിനെ പ്രഘോഷിച്ച് ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഇറങ്ങണമെന്നുള്ളതാണ്. തോൽവി ഉണ്ടാകുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, ജീവിതം അവസാനിപ്പിക്കാനല്ല, നിനക്ക് താങ്ങായി തണലായി കർത്താവ് നിന്റെ കൂടെയുണ്ട്.